പ്രജിതേ, ഇപ്പോ ഈ പാർട്ടി സെക്രട്ടറി ഇല്ലേ, നമ്മുടെ CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് പറഞ്ഞത്, മദ്യപിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ലഹരി കേസുകളിലൊക്കെ പെട്ടവരാണെങ്കിൽ പാർട്ടി പുറത്താക്കും, അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ വരുന്നു. പിറകെ EP ജയരാജൻ പറയുന്നു കള്ള് നല്ലതാണ്, കള്ള് കുടിക്കാൻ ഇളങ്കള്ളാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഒരു ഹാസ്യ കഥാപാത്രമായി തീരുകയാണോ? പണ്ടൊക്കെ നയനാർ തമാശ പറയും, പക്ഷെ ഗൗരവം വേണ്ട സ്ഥലത്ത് അദ്ദേഹം ഗൗരവത്തിലും പറയും. VS തമാശ പറയും, ഗൗരവം വേണ്ടിടത്ത് ഗൗരവത്തോടെ പറയും. പക്ഷെ ഇവിടെ ഈ പറയുന്നവർ ഇവർ രണ്ടുപേരും പറയുമ്പോഴേ അതിനൊരു ഗൗരവ സ്വഭാവം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം MDMമായിട്ട് കൈവശം വെച്ചതിന്റെ പേരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലായിരിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര പദവിയല്ല. ഒരാൾ ബ്രാഞ്ചിൽ ഒരു പാർട്ടി അംഗമാകാൻ തന്നെ ഈ പാർട്ടിയുടെ രീതി അനുസരിച്ച് എത്രയെങ്കിലും നാള് 3 വർഷമെങ്കിൽ 3 വർഷം ഗ്രൂപ്പ് മെമ്പർ ആയിരിക്കുക, അവന് പാർട്ടി കൂറുണ്ടോന്ന് അവർ നോക്കും, അവനെ പാർട്ടിയിൽ എടുത്താൽ അവനെ എടുക്കണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് അവനെ കാൻഡിഡേറ്റ് മെമ്പർ ആക്കുന്നു, പിന്നെ അവനെ പാർട്ടി മെമ്പർ ആക്കുന്നു. അപ്പൊ അതിന്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇപ്പൊ പിടിയിലായിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? ചേട്ടാ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് ആദ്യമായിട്ടാണോ ചേട്ടൻ ഒരു പാർട്ടിക്കാരൻ ഇത്തരത്തിലുള്ള കഞ്ചാവോ അല്ലെങ്കിൽ MDMA ആയിട്ട് പിടികൂടി എന്നുള്ള വാർത്ത കേൾക്കുന്നത്? എനിക്കൊരിക്കലും അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നതല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ കാര്യം, ഈ പറയുന്ന പോലെ ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ ഒന്നും അറിയാത്തവരെ പോലെ, അതായത് ഗോവിന്ദനെ ഈ നമ്മൾ ചില ആൾക്കാരുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കൺസേൺ ഒരു കാര്യത്തെക്കുറിച്ച് ലോകം മൊത്തം കൊട്ടിപ്പാടുകയാണ്. കൊട്ടിപ്പാടിയിട്ട് അതുമായി ബന്ധമുള്ള ഒരാൾ അത് അറിഞ്ഞതേ ഇല്ല, ആ വ്യക്തിയെ കുറിച്ചാണ് കൊട്ടിപ്പാടുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധമുള്ളവരെയാണ് കൊട്ടിപ്പാടുന്നത്. അങ്ങനെ ചെണ്ട കൊട്ടി പാടിയിട്ടും താൻ അറിയുന്നില്ല തന്നെ അങ്ങനെ കൊട്ടി പാടിയ എന്നെ കുറിച്ചാ അല്ലെങ്കിൽ ഞാൻ അറിയുന്നവരെ കുറിച്ചാ എന്ന് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതായിട്ടാണ്. അതായത് പൊട്ടനാണോ ശരിക്കും പൊട്ടനായിട്ട് അഭിനയിക്കണാണോ അഭിനയിക്കുന്നതാണ് അല്ലേ? ഈ ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ലഹരിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, അതിനുശേഷം ഈ സർക്കാർ എന്താ ചെയ്യണം? ബ്രൂവറിയുടെ നിലപാട് അറിയാമല്ലോ, ബ്രൂവറിയിൽ എന്താണ് നിലപാട് എന്നുള്ളത്. അതെ, അപ്പോൾ ഇതൊന്നും ഇവർക്ക് പുതിയ കാര്യമല്ല. ഈ പാർട്ടിയെ കുറിച്ച് ചേട്ടന് നന്നായിട്ട് അറിയാം. ഈ പാർട്ടിയുടെ നിലപാടുകൾ ഏത് രീതിയിലൊക്കെ വ്യതിചരിച്ച് പോകുമെന്നുള്ളതും ചേട്ടനറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചേട്ടൻ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ നിന്ന് പറയാമെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞത്? നവകേരളത്തിന്റെ പുതുവഴികൾ, അതല്ലേ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം. ഈ നവകേരളത്തിന്റെ പുതുവഴികൾ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം എടുത്ത് കാണേണ്ടത് ഈ ഒരു ലഹരി മാഫിയയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഈ ലഹരി മാഫിയയും കൊലപാതകവും മാത്രമായിട്ട് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരമ്മയ്ക്ക് ലഹരി അഴിച്ചു വരുന്ന മകനിൽ നിന്ന് PC വിഷ്ണുനാഥ് നിയമസഭയിൽ പറഞ്ഞൊരു സംഭവമാണ്. ആ അമ്മയ്ക്ക് ലഹരി കഴിച്ചിട്ട് വരുമ്പോൾ ഈ മകൻ എന്നെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് അറിയില്ല സാറേ എന്ന് പറഞ്ഞൊരു സംഭവം വരെ ഉണ്ടായി. അപ്പോൾ ഒരു അമ്മയോട് പോലും മൃഗത്തിൻ്റെ രീതിയിൽ പെരുമാറുന്ന രീതിയിൽ ആ മകൻ ലഹരി ഉപയോഗിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് നിലപാട് വളരെ കൃത്യമായിട്ട് തോന്നിയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. അദ്ദേഹം സ്വന്തം മകൻ പിടിയിലായപ്പോൾ എടുത്ത നിലപാടും ആ മകനെ തിരുത്തിയതും അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആ ഒരു രീതിയുണ്ടല്ലോ, അത് എല്ലാവരും കൈക്കൊള്ളേണ്ടതാണ്. പിന്നെ പ്രതിഭയുടെ മകനെതിരെ FIR ഉൾപ്പെടെ ഉണ്ടാവുകയും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സത്യത്തിൽ തെറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ പ്രതിഭയുടെ കരച്ചിലും നെഞ്ചത്തടിയും പക തീർക്കുകയാണെന്നുള്ള ആരോപണവും ഒക്കെ കൊണ്ട് ആ രംഗം അങ്ങ് ശരിക്കും കൊഴുപ്പിച്ചു. ആ കൊഴുപ്പിച്ചിട്ട് ഇപ്പൊ എന്തു പറ്റി? ആ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നു അല്ലെ? അപ്പൊ ഈ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമല്ലേ ചേട്ടാ? അല്ല, അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞില്ല. ഇല്ല, ചേട്ടൻ പറയൂ. അതിനകത്ത് പ്രതിഭാഹരി അത് പറയാനുള്ള കാര്യം, അതിൽ ആ നടന്നിരിക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. ഈ സംഭവം ആലപ്പുഴയാണ് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കൽ കഞ്ചാവ് പിടികൂടിയത് ആലപ്പുഴയാണ്. അപ്പോൾ നമ്മള് ഈ കഴിഞ്ഞ ദിവസവും MV ഗോവിന്ദൻ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ പാർട്ടിയിൽ തന്നെ ഇത്തരത്തിൽ, എന്നിട്ട് അദ്ദേഹം ഒരു വാചകം കൂടെ പറഞ്ഞു, കള്ള് കച്ചവടം ചെയ്യാം അവർക്ക്. കള്ള് നിങ്ങൾ കുടിക്കരുതെന്നേ ഉള്ളൂ, മദ്യം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, പക്ഷെ നിങ്ങൾ കുടിക്കരുതെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആൾക്കാരുള്ളത് ആലപ്പുഴയിലാണ്, നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയാണ് ഈ പറയുന്ന പിന്നെ അല്ലേ? ഞാൻ ചിരിച്ചത് എന്താന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, നീ സ്വയം ജാഗരുത്, നിനക്ക് മറ്റുള്ളവരെ കൊല്ലാം. അതെ, നിങ്ങൾ അപ്പോൾ അതായത് ഗോവിന്ദനെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ
പാർട്ടി ക്ലാസ്സുകളിലാണ് ഗോവിന്ദൻ ഏറ്റവും കൂടുതൽ എം വി ഗോവിന്ദൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യയശാസ്ത്രവും പിന്നെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളും ഒക്കെ അവലോകനവും ഒക്കെ പാർട്ടി ക്ലാസ്സിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് അത്തരത്തിലുള്ള പ്രാവീണ്യം ഉണ്ടെങ്കിൽ അതിൽ പറയുമ്പോൾ മറുചോദ്യം ഉണ്ടാവില്ല, കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. ക്ലാസ് അല്ലേ, കുറിച്ചെടുക്കും, നമ്മൾ കേൾക്കും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് മറു ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹം പൊട്ടത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രതിഭാഹരിയുടെ വിഷയമാണ്. പ്രതിഭാഹരിയെ സംബന്ധിച്ച് പ്രതിഭാഹരി എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ കടുത്ത വിഭാഗീയത. അതായത് വിഭാഗീയത എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വിഷയം മറിക്കും. അതായത് വിഭാഗീയത ഇല്ല എന്നവർ പറയുന്നതോറും 1990 തുടങ്ങിയതാണ് മലപ്പുറം സമ്മേളനം പോലെ തുടങ്ങിയ വിഭാഗീയത ഇപ്പൊ ഈ 2025 വിഭാഗീയത ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യം തെളിവുകളായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രതിഭാഹരിയെ ആലപ്പുഴയിൽ ഒരു വിഭാഗം, അതായത് സലാമാണെന്ന് തോന്നുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അല്ലെങ്കിൽ AM ആരിഫ്, നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് SDPI രാത്രി SDPIയും പകല് അല്ലെങ്കിൽ രാത്രി PFIയും പകൽ CPM-ഉമായിട്ടുള്ള നിരവധി ആൾക്കാർ CPM-നകത്ത് ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. അത് G സുധാകരൻ അറിയാം, പ്രതിഭാഹരിക്ക് അറിയാം, തോമസ് ഐസക്കിന് അറിയാം. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇവരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതുകൊണ്ട് ഇവരെ കോർണർ ചെയ്യും. കാര്യം G സുധാകരനെ യുവമാർ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കൂടെ പറിക്കാൻ യുവമാരെ കൊണ്ട് പറ്റത്തില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടി വയസ്സിന്റെ ആധിക്യത്തിൽ മാറ്റി ബ്രാഞ്ചിലാക്കിയിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ വേറെ ആരെ, തോമസ് ഐസക്കിനെ ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രതിഭാഹരിയെ ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് പ്രതിഭാഹരിയുടെ മകളെ പിടിച്ചതെന്ന് പ്രതിഭാഹരി എങ്ങും തൊടാതെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ സജി ചെറിയാനും ബാക്കിയുള്ളവരും ഒക്കെ ഒരു വേള ഔദ്യോഗിക പക്ഷത്തിന്റെ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പ്രതിഭാഹരി ഏത് പക്ഷത്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രതിഭാഹരിയെ രക്ഷപ്പെടുത്താൻ, അതായത് അവർ പറഞ്ഞു എന്നെ പാർട്ടിക്കകത്ത് വിഭാഗീയതയുടെ ഇരയാക്കി എൻ്റെ മകനെ ചൂണ്ടിയതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ പ്രജിത പറഞ്ഞതുപോലെ ഇത് പിടിച്ച പോലീസിനെ തിരിച്ച് ഉൾട്ടാക്കിയത്. തിരിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, വിഭാഗീയത ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ വിഭാഗീയത ഉണ്ട്, അവർ രാഷ്ട്രീയ നേതാവാണ്, ഇപ്പുറത്തൊരു അമ്മ കൂടിയാണ്, ഒരു അമ്മയുടെ കർത്തവ്യമുണ്ട്. അത് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ഈ വിഭാഗീയതയുടെ വഴി പ്രതിഭാഹരി ഉപയോഗിച്ചു എന്നുള്ളതേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പ്രതിഭാഹരി അത് ഉപയോഗിച്ചു എന്നുള്ളതേ ഇത് ചൂണ്ടിയിട്ടുണ്ടാകും. കാര്യം ഇത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഇന്നാരുടെ മകൻ ഇരിപ്പുണ്ട് എന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തതും ഈ പാർട്ടിക്കകത്തുള്ള അതൊക്കെ ആകാം. അത് വിഭാഗീയതയുടെ മറ്റു കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ പാർട്ടിക്കുള്ള ഒരു നിലപാടാണ്. ഈ പാർട്ടിക്ക് ഈ ലഹരി നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ആറാട്ടാണ്. നമ്മുടെ ഇവിടെ പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വഴി നടക്കാൻ പറ്റില്ല. അവിടെ തുണി അഴിച്ചിട്ടാടുന്ന വിഭാഗങ്ങളുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും പല സ്ഥലങ്ങളിലേക്കും അപ്പൊ ചില പരിഷ്കാരികൾ ചോദിക്കും എന്തിനാണ് അങ്ങനെ പോകുന്നത്, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഈ സ്വാതന്ത്ര്യം ആഘോഷിച്ചോട്ടെ. സ്വാതന്ത്ര്യം ആഘോഷിച്ചതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ വീട്ടിൽ പ്രസവിക്കുക ആ കുഞ്ഞിനെ വഴിയിലേക്ക് എറിഞ്ഞു കളയുകയും എറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതെല്ലാം എവിടെയാണ്? ഇതെല്ലാത്തിന്റെയും പിന്നിലേക്ക് നമ്മൾ ചുഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും പിന്നിൽ ലഹരിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആർക്കെങ്കിലും ഒരു ക്യാമറ എടുത്തിട്ട് ഒന്ന് ഇറങ്ങി നോക്കട്ടെ, നമ്മുടെ മറൈൻ ഡ്രൈവിലെ വാക്ക് വേയിലൂടെ, നമ്മുടെ എന്താ പറയുക, ആ ക്യൂൺസ് വാക്ക് വേയിലൂടെയൊക്കെ ഒന്ന് നടന്നു പോകട്ടെ, രാത്രി നടന്നു പോകട്ടെ, മറൈൻ ഡ്രൈവിലെ വാക്ക് വേയിൽ അല്ലാതെ നടന്നു പോകട്ടെ. ഇവിടെയൊക്കെ എന്താണ് കാണിക്കുന്നത്? ഇതൊക്കെ ഒരുതരം അരാജകത്വമാണ്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് പഠിക്കാൻ വിടുന്നു എന്നുള്ള രീതിയിൽ മക്കൾ ഇവിടെ വരികയും ലഹരിക്ക് അടിമയായി പോവുകയും ചെയ്തിട്ട് ജീവിതം പാടെ തകർന്നു പോയ ഒരുപാട് മാതാപിതാക്കളുള്ള നാടാണിത്. ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല, ഈ സർക്കാരിന് കഴിയുന്നില്ല. ഇവരെന്താ ചെയ്യണേന്നറിയാമോ? അവിടെ നടക്കുന്ന സകല തോന്നിവാസങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവർക്കെതിരെ എന്താ പറയുക, സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ഇറങ്ങുന്ന ഒരു പാർട്ടി കൂടിയാണിത്. അപ്പോൾ ഈ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തവും ഈ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗത്തിന്റെ എന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ ഈ ഭരണകൂടത്തിന്, മധ്യവർഗത്തിന്റെ ഞാൻ പറയും മുതലാളിത്തത്തിന്റെ. അപ്പൊ ആ ഒരു ഭരണകൂടത്തിന് ഒരു ഉത്തരവാദിത്വമില്ല ചേട്ടാ, ഒരു ഉത്തരവാദിത്വമില്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ചേന്ദമംഗലത്ത് അയൽ വീട്ടുകാരെ കയറി കൊന്നു. ഒരു ബോധവുമില്ലാതെ കൊന്നത്. അവൻ മാനസികാരോഗ്യത്തിന് എന്താ പറയാ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചു, അതുകൊണ്ട് നടന്നു. അതെ, ഒരു കുന്തവും ഇല്ല.
പിന്നീട് ഇപ്പൊ വെഞ്ഞാറമൂട് പയ്യൻ, വെഞ്ഞാറമൂട്ടിലെ പയ്യൻ അതിനു മുമ്പ് സ്വന്തം പിതാവ് ജോലി കഴിഞ്ഞ് വന്ന് സോഫ സെറ്റിയിൽ കിടക്കുമ്പോൾ അവന് ശരീരം മുഴുവൻ ഷേവ് ചെയ്തും തലയടക്കം മുണ്ടനം ചെയ്തുകൊണ്ട് അവൻ വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് വെട്ടിയത് ആ പിതാവിന്റെ കഴുത്തിനാണ്. എന്നിട്ട് പ്രാണനും വലിച്ചു പിടിച്ച് ഇറങ്ങി ഓടി ആ പിതാവിനെ അടുക്കളയിലിട്ട് കണ്ടും തുണ്ട അല്ലേ ആ കഴുത്ത് അറുത്ത് അവൻ അവസാന ശ്വാസം നിലയ്ക്കുന്നത് നോക്കി നിന്നു. അപ്പോൾ ഇതിന് പിന്നിലേക്ക് എല്ലാം പോകുമ്പോൾ ഇത്തരത്തിൽ ലഹരിയും ഇത്തരത്തിലുള്ള സംഭവങ്ങളും എല്ലാം തന്നെ ഈ നാട്ടിലുണ്ട്. ഇതിനെതിരെ ഒന്നും ഈ പാർട്ടിക്കാനൊക്കെ നിസ്സാരവൽക്കരിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? വളരെ നിസ്സാരവൽക്കരിച്ച് തമാശ രൂപ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്വന്തം കുടുംബത്തിൽ ഇത് നടക്കാത്തത് കൊണ്ടാണ്. സ്വന്തം കുടുംബത്തിൽ ഇത് നടക്കണം. സ്വന്തം കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആരും പറയില്ല. അത് സ്വന്തം കുടുംബത്തിൽ നടക്കാത്തിടത്തോളം അത് അന്യന്റെ ദുഃഖമാണ്, അന്യന്റെ വേദനയാണ്. ഒരു 10 ദിവസത്തിന് മുന്നേ, ഒരു മാസത്തിന് മുന്നേ ഇടുക്കിയിൽ പിന്നെ ഡ്രൈ ഡേയുടെ അന്ന് മദ്യം വിറ്റത് CPM-ന്റെ വേറൊരു ഇടുക്കിയിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അതിന് പറഞ്ഞോളൂ. അവര് മദ്യം മാത്രമല്ല ഇടുക്കി ആയതുകൊണ്ട് വാറ്റും വിൽക്കും. അതാണ് വാറ്റും വിൽക്കും. അതെ, ഞാൻ അതിന് ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ നാട്ടില് സ്വതന്ത്രമായി പഠിക്കാനും സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷേ ഈ ലഹരിയെ പിടിച്ചു കെട്ടാൻ ഈ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിനെതിരെ നടപടി എടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ഇതാണ് ഇതിന്റെ ആൻസർ. മാത്രമല്ല നമ്മുടെ പോലീസിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം മിടുക്കന്മാരായിട്ടുള്ള ഇതിനെതിരെയൊക്കെ കൃത്യമായ നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥരെ പിടിച്ച് മൂലക്കിട്ടിട്ട് ഇവന്മാർക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറമുള്ള അഴിഞ്ഞാട്ടം ഈ നാട്ടിൽ നടക്കും. ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കുക. എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന്റെ ആൻസർ ആണ് ബ്രാഞ്ച് സെക്രട്ടറിയെ അതെ, ബ്രാഞ്ച് സെക്രട്ടറി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടല്ലോന്നേ. എല്ലാ തലങ്ങളിലും ഉള്ളവരൊക്കെ ഇതിനകത്തേക്ക് പെടുകയല്ലേ അല്ലേ? ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയുണ്ടോ? ഏതായാലും ഈ മദ്യത്തിന്റെ ഉപയോഗം പറഞ്ഞ് ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പാർട്ടിയിൽ അംഗത്വം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലെ ഒരു പ്രമുഖനായ ഒരു പഴയ CPM നേതാവ് പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേര് മദ്യപിക്കുന്നുള്ളത് അദ്ദേഹം കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഏതായാലും നാം ഇവിടെ ഈ പറയുന്ന നമുക്ക് പറഞ്ഞു വെക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തൻ്റെ വീട് നന്നാക്കുക. അയാൾ MP ഗോവിന്ദൻ ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടിയെ നന്നാക്കുക. പാർട്ടിയെ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ തന്റെ പാർട്ടിയെ കുറിച്ച് വളരെ വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിക്കാൻ വന്നിരുന്ന സമൂഹത്തോട് സംസാരിക്കുക. അത്രയേ ഉള്ളൂ.